ഈ അഭിമുഖത്തിനിടയിൽ ശൈലജ ടീച്ചർ അറിയാതെങ്കിലും സൂചിപ്പിച്ചു, തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും ആ ചോദ്യങ്ങളിൽ നിന്ന് ചർച്ചകൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയായാൽ ആ മണ്ഡലത്തിൽ അവിടുത്തെ ജനങ്ങളുടെ അംഗീകാരം നമ്മൾ ഒരു മാനദണ്ഡമായി അളക്കാനുള്ള ഒരു മാനദണ്ഡം അവർക്ക് കിട്ടുന്ന ഭൂരിപക്ഷമാണ്. അങ്ങനെ നോക്കിയാൽ മട്ടന്നൂരിലാണ് കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒരു ചരിത്ര വിജയം നേടി താങ്കൾ വന്നു. ഇപ്പോൾ ഇനിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഇതിനോടകം തന്നെ ചില ഊഹാപോഹങ്ങൾ വന്നു കഴിഞ്ഞു. അതിലൊന്ന് കണ്ണൂരിൽ നിന്ന് ശൈലജ ടീച്ചർ മത്സരരംഗത്തേക്ക് വരുന്നു എന്നുള്ളത്. ഇനി പാർട്ടിക്ക് നോക്കാം, നല്ല ഏറ്റവും മികച്ച ഒരു വനിതാ സ്ഥാനാർത്ഥി, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥി, ഏറ്റവും വലിയ ക്രെഡിറ്റഡ് ആയിട്ടുള്ള മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റിയ ഒരാൾ കെ സുധാകരൻ അവിടെ മാറുന്നു. കണ്ണൂർ CPM പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമായിരിക്കും ശൈലജ ടീച്ചർ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചാൽ അതിനുള്ള സാധ്യതകൾ ഉണ്ടോ ടീച്ചർ തുറന്നു? ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടേ ഇല്ല. പാർട്ടിക്കകത്താണല്ലോ ഈ ചർച്ചയെല്ലാം നടക്കുക. അത് കഴിഞ്ഞ് മുന്നണിക്കകത്ത് നടക്കണം. ഏത് സീറ്റ് ഈ ഘടകകക്ഷികളിൽ ആർക്ക്, ഇനി ഓരോ കക്ഷിക്കും ഒരു സീറ്റ് കിട്ടിയാൽ അവരുടെ സ്ഥാനാർത്ഥി ആര്, ഈ ചർച്ചയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ അല പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇനി സ്ഥാനാർത്ഥികൾ നിശ്ചയം, അത് ശൈലജ ടീച്ചറല്ല ആരായാലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയം പറയും, അതിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. വ്യക്തിപരമായി തീരെ വോട്ടില്ല എന്ന് ഞാൻ പറയില്ല. അതൊരു വളരെ ചെറിയ ശതമാനമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ടീച്ചർ, ജനങ്ങൾ പ്രതിഷേധിച്ച് VS സ്ഥാനാർത്ഥിത്വം കൊടുത്ത ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആരാ പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? അതല്ല, നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു, അത് നടക്കാതിരുന്നാൽ നടന്നില്ല എന്ന് വിമർശിക്കുന്നു, നടന്നാൽ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ മാറി എന്ന് പറയുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഒരു ആലോചനയും ടീച്ചറുടെ മനസ്സിൽ ഇപ്പോൾ ഇല്ല? ഒന്നുമില്ല. ഞാനിപ്പോൾ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ MLA ആണ്. ആ പ്രവർത്തനം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ നിയോജക മണ്ഡലത്തിലെ എൻ്റെ പ്രോജക്റ്റുകൾ, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, അത് വാങ്ങിയെടുക്കാനുള്ള എൻ്റെ പ്രവർത്തനം, അതോടൊപ്പം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, എനിക്ക് വേറൊന്നും ചിന്തിക്കാൻ നേരമില്ല, ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് ശൈലജ ടീച്ചർ, ഞാൻ പറഞ്ഞത് ശൈലജ ടീച്ചർ അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു പാരമ്പര്യം ടീച്ചർക്കുണ്ട്, ഞാൻ അതിനെ നിഷേധിക്കില്ല. പക്ഷേ ടീച്ചറിനെ ഈ സമൂഹം അടയാളപ്പെടുത്തിയത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ കേരളത്തിന് സുരക്ഷിതമായി ഈ ഘട്ടത്തെ അതിജീവിക്കാൻ അതിന് നേതൃത്വം നൽകിയ ഒരാളെന്ന നിലയിലാണ്. അവിടെയാണ് എൻ്റെ ചോദ്യം. അതിനുശേഷം ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വീണ ജോർജ് എത്തുന്നു. വീണയ്ക്ക് താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയോ ഉപദേശങ്ങൾ നൽകുകയോ അവർ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾക്കൊരു വിലയിരുത്തലോ ഉണ്ടോ പറയാൻ? വീണ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണ്, നന്നായിട്ട് പൊതുപ്രവർത്തകരെ കണ്ടിട്ടുള്ള ആളാണ്. മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുകയും നന്നായിട്ട് വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു തീരെ ഇതുവരെ ഒരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഉപദേശിക്കണം. അതല്ല, വീണ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് ഒരുപക്ഷെ പാർട്ടിക്കകത്തും വന്നിട്ടുണ്ട്. ഇപ്പം പാർട്ടിക്ക് അകത്ത് വരുന്നതിന് മുമ്പ് തന്നെ നോക്കിക്കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളെ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യക്തിപരമായി ഉപദേശിക്കേണ്ടതില്ല. പക്ഷേ ഇത് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിച്ച അനുഭവ സമ്പത്തുള്ള ടീച്ചർ അല്ലെങ്കിൽ വേറെ ആരാണ് അവർക്ക് ഉപദേശം കൊടുക്കാൻ? അല്ല, അത് വ്യക്തിപരമായ ഉപദേശമല്ല. നമ്മൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിൽ ശൈലജ ടീച്ചർ അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രോട്ടോക്കോളുകളുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു ശൈലജ ടീച്ചറുടെ മാത്രമല്ലല്ലോ. അതിനകത്തുള്ള എക്സ്പേർട്ടുകൾ, മുഖ്യമന്ത്രിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, അതിന് പുറത്ത് ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള എക്സ്പേർട്ട് കമ്മിറ്റി, ഞങ്ങളെല്ലാം ഇരുന്ന് ചർച്ച ചെയ്ത് അതിൽ തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അഭിപ്രായങ്ങൾ ഉൾച്ചേരും. ടീച്ചർ പറഞ്ഞു എല്ലാ കാലത്തും മന്ത്രിയായിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുനിന്നല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും സാധിക്കില്ല. പാർട്ടി ഒന്നാകെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതുമുഖങ്ങളെ കൂടുതലായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. പക്ഷേ സാമാന്യമായ രീതിയിൽ ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ വരുത്തുമ്പോൾ അനുഭവ സമ്പത്തുള്ള, പരിചയ സമ്പത്തുള്ള, വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളെയും അതിനോടൊപ്പം തന്നെ ചെറുപ്പക്കാരെയും ഉൾപ്പെടുത്തുന്ന ഒരു മിക്സ് ആയിരിക്കും സാധാരണ നിലയിൽ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ ആലോചനയിൽ ഉണ്ടാവുക. പക്ഷേ ഇവിടെ നോക്കൂ, താങ്കൾ ഈ മന്ത്രിസഭയുടെ ഭാഗമല്ല, ജി സുധാകരനെ പോലെ ഒരാൾ മന്ത്രിസഭയുടെ ഭാഗമല്ല, തോമസ് ഐസക്കിനെ പോലെ ഒരാൾ മന്ത്രിസഭയുടെ ഭാഗമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒഴിവാക്കപ്പെടലുകൾ ഇത് പൊതുജനത്തിന് മുന്നിൽ ന്യായീകരിക്കപ്പെടുമോ, നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ടീച്ചർ ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ, ടീച്ചറിന് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങളിപ്പം ഞാനോ ജി സുധാകരനോ തോമസ് ഐസക്കോ മാത്രമൊന്നും അല്ലല്ലോ ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയിലുള്ളത്. ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം മന്ത്രിയായിട്ടില്ലല്ലോ ഞങ്ങളാകുമ്പോൾ. എന്നേക്കാൾ അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായിരുന്നല്ലോ.
അവർ മന്ത്രിയാവുന്നതിന് മുമ്പേ ഞാനാകുമ്പോൾ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാമല്ലോ. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഞങ്ങളിവിടെ ഇരിക്കുമ്പം ഈ പെട്ടെന്ന് കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ വന്നിട്ടുള്ള ശൈലജ ടീച്ചർ അങ്ങനെ മന്ത്രിയായി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ഞങ്ങൾ ആലോചിച്ചത്, ഇനി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊന്നും അല്ലെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് ശീലമുള്ളവരാണ് ഇവരിൽ പലരും. അവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവരെങ്ങനെ അവരുടെ വർഗ്ഗബഹുജന സംഘടനാ രംഗത്തെല്ലാം പ്രവർത്തിച്ചോ, എങ്ങനെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചോ, അവരുടെ ആ കഴിവുകൾ ഇവിടെ അവരെടുക്കും. ഇനി ആ വ്യക്തിപരമായ കഴിവുകൾ മാത്രം പോരല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു മാനിഫെസ്റ്റോ ഉണ്ട്, നമുക്കൊരു മുന്നണിയുണ്ട്, ഗവൺമെൻറ്റിനെ ഗൈഡ് ചെയ്യുന്ന കമ്മിറ്റികളുണ്ട്. അവരെല്ലാം ചേർന്നിട്ടല്ലേ ഒരാളെ ഏറ്റവും നല്ല മന്ത്രിയാക്കുന്നത്. അത് എന്നെ അങ്ങനെ ആക്കിയതുപോലെ അതേ കമ്മിറ്റികൾക്കും അതേ നേതൃത്വത്തിനും ഈ പുതിയ ആളുകളെയും ഗൈഡ് ചെയ്ത് നല്ല മന്ത്രിയാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പരിചയമില്ലാത്ത ഇല്ലാത്തത് കൊണ്ട് ഇവരെല്ലാം തോറ്റുപോകുമെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. അങ്ങനെയാണത് സംഭവിക്കുന്നത്.